നമസ്കാരം. സീരിയൽ സിനിമാ നടനും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിരുന്ന ഷിജു എ.ആറും ഭാര്യ പ്രീതി പ്രേമും വിവാഹമോചിതരായി. ഔദ്യോഗികമായി വിവാഹമോചിതരായി എന്ന് ഷിജു തന്നെയാണ് സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ തങ്ങളുടെ ആരാധകരെ അറിയിച്ചത്. തങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ഷിജു അഭ്യർത്ഥിച്ചു. ഞാനും പ്രീതി പ്രേമും ഔദ്യോഗികമായി വിവാഹമോചിതരായി എന്ന് അറിയിക്കാനാണ് ഇത് എഴുതുന്നത്. പരസ്പര ബഹുമാനത്തോടെ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണിത്. ഞങ്ങൾ ഇനിയും നല്ല സുഹൃത്തുക്കളായി തുടരും. പിരിയാനുള്ള തീരുമാനം പക്വതയോടെയും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുമാണ് ഞങ്ങൾ എടുത്തതെന്നും ഷിജു കുറിച്ചു. ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും ഊഹാപോഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സുഹൃത്തുക്കളോടും അഭ്യുദയകാംക്ഷികളോടും മാധ്യമങ്ങളോടും ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും സ്വന്തം വഴികളിലൂടെ മുന്നോട്ട് പോകുന്നതിനും മനസ്സിലാക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദിയെന്നും ഷിജു കുറിച്ചു. അതേസമയം ഇരുവരും വേർപിരിഞ്ഞത് ആരാധകർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. മതത്തിന്റെ അതിർവരമ്പുകൾ ഉൾപ്പെടെ മറികടന്ന് പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും. ബിഗ് ബോസ് സമയത്ത് ഷിജുവിന്റെ കുടുംബം എത്തിയ വീഡിയോ ഒക്കെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. ഇവരുടെ പ്രണയ വിവാഹ വിശേഷങ്ങളും ഇരുവരും പങ്കുവച്ചത് ബിഗ് ബോസിലാണ്. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം. ഇതര മതസ്ഥരായ ഷിജുവും പ്രീതിയും 2009 വിവാഹം ചെയ്തിരുന്നത്. കുവൈറ്റിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയുടെ CD കാണുമ്പോഴാണ് പ്രീതി ആദ്യമായി ഷിജുവിനെ ശ്രദ്ധിക്കുന്നത്. ആ സിനിമയിലെ പൊക്കമുള്ള സുന്ദരനായ നായകനോട് പ്രീതിക്ക് തോന്നിയ ആരാധനയാണ് പിന്നീട് ഒരുമിച്ചുള്ള പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കുമൊക്കെ എത്തിയത്. ഒരു ഇന്റർവ്യൂവിൽ വെച്ചായിരുന്നു തങ്ങളുടെ പ്രണയവിശേഷങ്ങൾ ഇവർ പങ്കുവച്ചിരുന്നത്. അതിങ്ങനെയായിരുന്നു: വർഷങ്ങൾക്കിപ്പുറം കുവൈറ്റ് എയർ ഹോസ്റ്റസായി ജോലി ചെയ്യവേ ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രീതി ഷിജുവിനെ നേരിൽ കാണുന്നത്. ആ കൂടിക്കാഴ്ച ഫോൺ നമ്പറുകൾ കൈമാറുന്നതിലേക്കും പിന്നീട് ഗാഢമായ സൗഹൃദത്തിലേക്കും എത്തിച്ചു. ഒരു ദിവസം കഴിഞ്ഞ് ഇതിനിടയിൽ ഷിജു പ്രീതിയെ വിളിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഒരു നടൻ ഇങ്ങനെ പറയുമ്പോഴുണ്ടാകുന്ന ആകാംക്ഷയും സന്തോഷവും പ്രീതിയിലുമുണ്ടായി. ഒരാഴ്ചയ്ക്ക് ശേഷം ഷിജു പ്രീതിയോട് വിവാഹ അഭ്യർത്ഥന നടത്തി. ആ സമയത്താണ് തങ്ങൾ ഇരുവരും വ്യത്യസ്ത മതക്കാരാണെന്ന് പ്രീതി മനസ്സിലാക്കുന്നത്. ഷിജു മുസ്ലിമും പ്രീതി ക്രിസ്ത്യാനിയുമായിരുന്നു. പ്രീതി തന്റെ അനുജത്തി പ്രിയയോട് ഇക്കാര്യം പറഞ്ഞു. ഷിജു ഒരു നടനായതുകൊണ്ടും മതങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് സൂക്ഷിക്കണമെന്നുമായിരുന്നു സഹോദരിയുടെ നിലപാട്. ഒരു തീരുമാനമെടുക്കാൻ പ്രീതി ഷിജുവിനോട് കുറച്ച് സമയം ചോദിച്ചു. എന്നാൽ അത് വളരെ കുറഞ്ഞ സമയമായിരുന്നു. മതം വ്യത്യസ്തമായതുകൊണ്ട് വീട്ടുകാരിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ഷിജുവിന്റെ സ്വഭാവം അറിഞ്ഞ പ്രീതി മറ്റൊന്നും ആലോചിച്ചിരുന്നില്ല. പരിചയപ്പെട്ട് വെറും 3 ദിവസത്തിനുള്ളിലാണ് താൻ വിവാഹത്തിന് സമ്മതം മൂളിയതെന്ന് പ്രീതി ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. 2008 രജിസ്റ്റർ വിവാഹം ചെയ്ത ഇവർ പിന്നീട് മകൾ മുസ്കാൻ ജനിച്ച ശേഷം മകളുടെ സാന്നിധ്യത്തിൽ മതപരമായ ചടങ്ങുകളോടെ വീണ്ടും വിവാഹിതരായതും വലിയ വാർത്തയായിരുന്നു. പ്രീതി നർത്തകി മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രതിഭ കൂടിയാണ്. തിരുവനന്തപുരത്തെ മാർ ഇവാനിസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ ശേഷം ഇവർ US ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമ പഠനത്തിൽ 2 വർഷത്തെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും പ്രാവീണ്യം നേടിയ നർത്തകിയുമാണ്. ഇന്ന് ടെലിവിഷൻ ഇൻഡസ്ട്രിയിലും സിനിമാ മേഖലയിലും സജീവമാണ് ഷിജു. നീണ്ട 17 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് ഇരുവരും വേർപിരിയുന്നത്. വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ളവരായതിനാൽ ഏറെ എതിർപ്പുകൾക്ക് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. തെലുങ്ക് സിനിമാ ലോകത്തും ഷിജു ഭാഗമായിരുന്നു. ഇരുവർക്കും ഒരു മകളുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും സജീവമായ ഷിജു ബിഗ് ബോസ് സീസൺ 5 കുടുംബ പ്രേക്ഷകർക്കിടയിൽ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത്. ഷോയിൽ തന്റെ കുടുംബത്തെക്കുറിച്ചും മകളെക്കുറിച്ചും ഷിജു വാചാലനാകാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ഈ വാർത്ത ആരാധകരെ ഒരേ സമയം ഞെട്ടിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.